ഹായ്, നമസ്കാരം. നമുക്ക് ആശുപത്രി കേസുകൾ എന്ന് പറയുന്നത് ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കൊറോണ കാലത്തിന് ശേഷം. അപ്പൊ അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പ്രതിരോധിക്കുക മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള മാർഗം. അപ്പൊ ഇത്തരം മാർഗങ്ങൾ വരുന്ന സമയത്ത് നമുക്കതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ എമൗണ്ടിൽ ഒരു വർഷത്തിൽ വരാവുന്ന മാക്സിമം ട്രീറ്റ്മെന്റുകളും ഒതുക്കാൻ കഴിയും. അത് നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള സെലക്ട് ചെയ്യാം. പക്ഷെ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന പ്ലാനിൽ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന പ്ലാനിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതും കിട്ടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, നമുക്ക് ക്യാഷ്ലെസ് സൗകര്യം ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം ഇന്ന് ഒരു ആശുപത്രി കേസ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ പണം സംഘടിപ്പിക്കാൻ വേണ്ടി ഓടുന്ന ആ ഒരു സമയം നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മളൊരു ക്യാഷ്ലെസ് സൗകര്യം കൂടുതലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ. കാരണം അവിടെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ക്യാഷ്ലെസ് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോരാൻ പറ്റും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആയി വരുന്നവരെയൊക്കെയാണ് മിക്ക പ്ലാനുകളിലും നമുക്ക് ബെനിഫിറ്റുകൾ ഉള്ളത്. പക്ഷെ അതിന്റെ മുന്നോടിയായിട്ടും ഡിസ്ചാർജ് ആയതിനു ശേഷവും കുറെ ചെലവുകൾ നമുക്ക് വരുന്നുണ്ട്. മിക്കവാറും വലിയ വലിയ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടായിരിക്കും. അപ്പൊ അത് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കും കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാവുക. ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടുമെന്ന് ഞാൻ ചോദിച്ചതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഡെലിവറി ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഹോസ്പിറ്റലൈസേഷന് ഏറ്റവും നല്ല ചെലവുകൾ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമുക്കതിൽ കിട്ടുമെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ചില വ്യക്തികൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞു, വന്ധ്യതാ ചികിത്സയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയണം. സൈക്യാട്രിക് ട്രീറ്റ്മെന്റുകൾക്ക് കിട്ടുമോ എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ കിഡ്നി കംപ്ലൈന്റ് പോലത്തെ മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കിഡ്നി തരുന്ന ഒരാളുണ്ട്, അതിന്റെ സർജറികൾക്ക് നമുക്ക് കിട്ടുമെന്ന് പറയണം. അതായത് ഇതുപോലുള്ള അഡീഷണൽ ബെനിഫിറ്റുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ഇതിൽ കിട്ടുമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പ്രീമിയം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രീമിയം നമ്മൾ പോളിസി എടുക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾക്ക് ആനുപാതികമായിട്ടുള്ള പ്രീമിയം ആണോ വരുന്നത്, അതോ ഓവർ ചാർജിങ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് അറിയാന്ന് പറയുമ്പോൾ മിക്കവാറും ചിലത് പറയും പിന്നെ അതിന് 70% കിട്ടുള്ളൂ, അതിന് 80% കിട്ടുള്ളൂ, 90% കിട്ടുള്ളൂ. ആ ഒരു രീതി ഇല്ലാതെ തന്നെ നമുക്ക് വരാവുന്ന മുഴുവൻ ചെലവുകളും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകൾ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ക്ലെയിം ബുക്ക് ചെയ്യുന്ന സമയം മുതൽ അഡ്വൈസറുടെ ആവശ്യമുണ്ട്. മാത്രമല്ല ക്ലെയിം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു എന്നുള്ളത് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ക്ലെയിം നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ മിനിമം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിന് ഫണ്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോരാൻ കഴിയും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന അഡ്വൈസറാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ക്ലെയിം ഡിലേ ആയി കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് റീഇംബേഴ്സ്മെന്റ് വേണ്ടി കൊടുക്കാൻ സൗകര്യങ്ങളുള്ള കമ്പനിയിൽ നിന്നാണോ നമ്മൾ പോളിസി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നാണോ നമ്മൾ പോളിസി എടുത്തിട്ടുള്ളത് എന്നുള്ള അറിയണം. മാത്രമല്ല അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അഡ്വൈസറിന്റെ ആവശ്യമുണ്ട്. അല്ലാതെ അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പുറത്ത് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ കൂടെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഗ്രൂപ്പ് പ്ലാനുകളായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത്തരം ഗ്രൂപ്പ് പ്ലാനുകൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പാലക്കാടോ തൃശ്ശൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്തു, അദ്ദേഹം ട്രിവാൻഡ്രം ബ്രാഞ്ചിന്റെ കീഴിലുള്ള ഒരു ഗ്രൂപ്പ് പ്ലാനാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ് അല്ലെങ്കിൽ ബോംബെ കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത് കിട്ടില്ല, അത്ര എളുപ്പമല്ല. എന്താണ് അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ഈ റീഇംബേഴ്സ്മെന്റ് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് പ്രപ്പോസൽ ഫോമുകൾ വേണം.
അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സ്ഥാപനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ബാങ്കിൽ നിന്നാണെങ്കിൽ ബാങ്കിന്റെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അവർ കസ്റ്റമർ കെയറിന്റെ നമ്പർ തരും, അവരുടെ ബാധ്യത അവിടെ ഒഴിവാക്കി. പക്ഷെ നമുക്ക് ക്ലെയിം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ക്ലെയിം ഫോം കിട്ടി, അത് നമ്മൾ ഫില്ല് ചെയ്തു, ഡോക്ടറെ കൊണ്ടും ഫില്ല് ചെയ്യിച്ചു, കിട്ടിയ മൊത്തം ബില്ലുകളെ എക്സ്റേ സ്കാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെയും നമ്മൾ അറ്റസ്റ്റേഷൻ വാങ്ങി കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഇത് അയച്ചു വെക്കുമ്പോൾ അവിടെ എത്തുന്ന സമയത്താണ് അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ ഒപ്പിട്ടില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഇന്ന കോളം ഫില്ല് ചെയ്തില്ല എന്നിട്ട് വരിക. അങ്ങനെ ഒരു 4 തവണ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന സമയത്ത് ഒരു കസ്റ്റമറായിട്ടുള്ള നമ്മൾ മിക്കവാറും മാനസികമായിട്ട് അതിൽ ക്ഷീണിച്ചു പോകും. ഇനി ഈ ക്ലെയിം ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ അവിടെ തീരുമാനിക്കും. അപ്പൊ നമുക്ക് കിട്ടാതെ ഇരിക്കാനല്ല, അത് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണെന്നുള്ളതാണ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത്തരം അവസ്ഥകൾ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അഡ്വൈസർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 90% പ്രശ്നങ്ങൾ അവിടെ തീർന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഇത് വർഷങ്ങളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെയാണ് ആ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 100% നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് അതിന്റെ ഏറ്റവും നല്ല കാര്യം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഷുറൻസ് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഇനി അതോടൊപ്പം തന്നെ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം. ഡെത്ത് കവറേജ്, ഡിസബിലിറ്റി കവറേജ്, അതുപോലെ ഈ ഡെയിലി കാഷ് ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കുന്ന വ്യക്തിക്ക് ഹെൽപ്പിനായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പെൻസും കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള അറിയാം. ഇനി നമുക്ക് വരും വർഷങ്ങളിൽ പ്രീമിയം കുറയാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ നോ ക്ലെയിം ബോണസ് കിട്ടുമോ, അതുപോലെ നമുക്ക് മെഡിക്കൽ ചെക്കപ്പിനുള്ള ഓപ്ഷൻ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ തയ്യാറാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എന്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 94 47 694 693. താങ്ക് യു.